ശിലയും ശലഭവും ഭാഗം 2 എഴുതിയത് സൂര്യകാന്തി. അന്ന ആ കരിങ്കൽ പടികൾ കയറി കല്ലൂർക്കാടൻ മാളികയുടെ അകത്തളത്തിലേക്ക് പ്രവേശിച്ചു. പുറത്തെ പ്രതാപം അകത്തും ഒട്ടും കുറവല്ലെന്ന് അവൾക്ക് ബോധ്യമായി. ആ അടുക്കളയ്ക്ക് ഒരു വലിയ ഹാളിന്റെ വലിപ്പമുണ്ടായിരുന്നു. മുകളിൽ വലിയ മരത്തൂണുകൾ താങ്ങി നിർത്തുന്ന തട്ടുംപുറം. ഭിത്തിയിൽ നിരനിരയായി തൂക്കിയിട്ടിരിക്കുന്ന ചെമ്പുപാത്രങ്ങളും വട്ടകകളും വെയിലേറ്റ് തിളങ്ങുന്നു. പുകയറകളിൽ എരിഞ്ഞു തീരുന്ന വിറകുകളുടെ ചൂടും വറ്റൽമുളകിന്റെ രൂക്ഷഗന്ധവും അവിടെ തങ്ങി നിൽക്കുന്നുണ്ട്. ഔതച്ചേട്ടത്തിയെ കൂടാതെ അവിടെ വേറെയും 2 പേർ പണിയിലായിരുന്നു. സിസിലിയും മരിയയും. അവർ സഹോദരങ്ങളാണ്. വീടിനടുത്തുള്ളവർ. രാവിലെ വന്ന് പണികളെല്ലാം തീർത്ത് വൈകുന്നേരം മടങ്ങുന്നവരാണ് അവർ. മരിയയ്ക്ക് ഏതാണ്ട് അന്നയുടെ പ്രായമേ കാണൂ. പണികൾക്കിടയിൽ മരിയ അന്നയെ നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചെങ്കിലും ഔതച്ചേട്ടത്തിയുടെ കണിശമായ നോട്ടത്തിനു മുമ്പിൽ അത് പാതി വഴിയിൽ നിലച്ചുപോയി. നിനക്ക് താമസിക്കാൻ ആ ചായ്പാണ് കൊച്ചേ. കയ്യിലുള്ളതൊക്കെ അവിടെ കൊണ്ടുപോയി വെക്ക്. എന്നിട്ട് വേഗം ഇങ്ങ് പോരെ. ഔതച്ചേട്ടത്തി അടുക്കളയോട് ചേർന്നുള്ള ചെറിയ മുറി ചൂണ്ടിപ്പറഞ്ഞു. അടുക്കളയോട് ചേർന്ന് പണിത ഒരു ചെറിയ ചായ്പ്. അവിടെ ഒരു ചെറിയ കട്ടിലും പഴയൊരു തടിപ്പെട്ടിയുമുണ്ട്. തന്റെ ചെറിയ ലോകം ആ മുറിക്കുള്ളിലേക്ക് ചുരുക്കി വെക്കുമ്പോൾ അന്നയുടെ ഉള്ളിലൊരു വിങ്ങലുണ്ടായിരുന്നു. കയ്യിലുള്ള ബാഗ് ആ കട്ടിലിൽ വെച്ച് ഒരു നിമിഷം പോലും അവൾക്ക് അവിടെ ഇരിക്കാൻ സാവകാശം കിട്ടിയില്ല. കൊച്ചേ, വെറുതെ നിൽക്കാതെ ഇങ്ങോട്ട് വന്നേ. ഔതച്ചേട്ടത്തിയുടെ ശബ്ദം ചായ്പിനുള്ളിലേക്ക് മുഴങ്ങിക്കേട്ടു. കല്ലൂർക്കാടൻ മാളികയിലെ അടുക്കള ഭരണം മൊത്തത്തിൽ ഔതച്ചേട്ടത്തിയുടെ കയ്യിലാണ്. അവരുടെ അനുവാദമില്ലാതെ അവിടെ ഒരു കരിയില പോലും അനങ്ങില്ല. പണ്ടേയുള്ള ശീലമാണ്. അവിടെയുള്ളവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അവർക്ക് മനഃപ്പാഠമാണ്. പുറത്തേക്ക് വന്നപ്പോഴേക്കും മരപ്പലകയിൽ വലിയൊരു കുട്ട നിറയെ പച്ചക്കറികൾ ഔതച്ചേട്ടത്തി നിരത്തി കഴിഞ്ഞിരുന്നു. ഇതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി അരിയണം. മീൻ വെട്ടാൻ സിസിലി ഉണ്ടാവും. നീ വേഗം ഇത് തീർക്കു കൊച്ചേ. 10 മണിയാവുമ്പോഴേക്കും ദേവിക്കുഞ്ഞിന് കപ്പയും ബീഫും വേണം. വൈകിയാൽ പിന്നെ ഇവിടെ ആരും ഉണ്ടാവുകയില്ല. ഔതച്ചേട്ടത്തി ഓരോന്നായി ആജ്ഞാപിച്ചുകൊണ്ടിരുന്നു. അന്ന വിറയ്ക്കുന്ന കൈകളോടെ ആ പച്ചക്കറികൾക്കിടയിലേക്ക് ഇരുന്നു. ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു അടുക്കളയിൽ അവൾ പണി തുടങ്ങുന്നത്. മരിയയും സിസിലിയും ഇടയ്ക്കിടെ അവളെ കൗതുകത്തോടെ നോക്കുന്നുണ്ട്. അന്നയുടെ നോട്ടം ആ അടുക്കളയിലാകെ ചുറ്റിത്തിരിഞ്ഞു. വലിയ അടുപ്പുകളിൽ വിറകുകൾ കത്തിയെരിയുന്ന ശബ്ദവും അതിനു മുകളിലിരിക്കുന്ന വലിയ ചെമ്പുകളിൽ നിന്നും ഉയരുന്ന ആവിയും ആ അന്തരീക്ഷത്തെ ചൂട് പിടിപ്പിച്ചിരുന്നു. അവിടെയുള്ള വലിയ കരിങ്കൽ തിണ്ണയിൽ ഔതച്ചേട്ടത്തിയുടെ നിർദ്ദേശപ്രകാരം അന്നയും മരിയയും പണികളിലാണ്. മരിയയ്ക്ക് ഏതാണ്ട് അന്നയുടെ അതേ പ്രായം തന്നെയാണ്. അവൾ തന്റെ നീളൻ പാവാട ഒതുക്കി വെച്ച് തേങ്ങ ചിരവുകയാണ്. മരിയ തലയുയർത്തി ഇടയ്ക്കിടെ അന്നയെ നോക്കുന്നുണ്ട്. അടുക്കളയിലെ പണികൾക്കിടയിൽ കിട്ടിയ ഇടവേളകളിലാണ് അന്നയും മരിയയും കൂടുതൽ അടുത്തത്. ഔതച്ചേട്ടത്തിയും സിസിലിയും കപ്പയും ബീഫും ഉണ്ടാക്കുന്ന തിരക്കിലായപ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയും തൊലി പൊളിക്കുന്നതിനിടയിൽ 17കാരിയായ മരിയ ആ തറവാടിന്റെ കഥകൾ അന്നയ്ക്ക് മുൻപിൽ തുറന്നിട്ടു. ഈ കാണുന്ന വലിയ വീട് മുഴുവൻ തൂത്തു തുടച്ച് വൃത്തിയാക്കിയിടാനും എല്ലാവർക്കും ആഹാരം വിളമ്പിക്കൊടുക്കാനും എനിക്ക് ഒറ്റയ്ക്ക് കഴിയത്തില്ല ചേച്ചി. അതുകൊണ്ടാ ഔസേപ്പച്ചൻ വഴി ചേച്ചിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. മരിയ ചിരിയോടെ പറഞ്ഞു. മരിയയുടെ നിഷ്കളങ്കമായ സംസാരം അന്നയുടെ ഉള്ളിലെ ഭയം അല്പം കുറച്ചു. മരിയയിലൂടെ അന്ന ആ വലിയ തറവാടിന്റെ ചരിത്രം അറിഞ്ഞു. അന്തരിച്ച അലക്സാണ്ടർ കല്ലൂർക്കാടന് 2 പുത്രന്മാരായിരുന്നു, ജോണിയും സക്കറിയയും. ജോൺ ഗ്രേസ് ദമ്പതികൾ. ഇവർക്ക് 5 മക്കളാണ്. 3 പെണ്ണും 2 ആണും.
അതിൽ ആദ്യത്തെ സന്താനമാണ് ഇന്നത്തെ തറവാടിന്റെ സർവാധിപതിയായ ഡേവിഡ് അലക്സാണ്ടർ. സക്കറിയ മേരി ദമ്പതികൾ. ഇവർക്ക് 3 മക്കൾ, ഒരാണും 2 പെണ്ണും. ഇതിലെ മൂത്തവനായ ആദമാണ് ഡേവിഡിന്റെ വലങ്കൈയായി കൂടെയുള്ളത്. അലക്സാണ്ടറുടെ ബിസിനസ് ബുദ്ധി മുഴുവൻ മൂത്ത മകൻ ജോണിനായിരുന്നു. സക്കറിയ എപ്പോഴും ചേട്ടന്റെ നിഴലിൽ നിൽക്കാൻ ഇഷ്ടപ്പെട്ടു. എന്നാൽ കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ഒരു അപകടത്തിൽ ജോൺ മരിച്ചതോടെ കല്ലൂർക്കടന്മാരുടെ പ്രതാപം മങ്ങാൻ തുടങ്ങി. നേതൃപാടവമില്ലാത്ത സക്കറിയയ്ക്ക് ബിസിനസ് സാമ്രാജ്യം കൈകാര്യം ചെയ്യാനായില്ല. ശത്രുക്കൾ മാളിക വരെ കൈക്കലാക്കുമെന്ന അവസ്ഥയിലെത്തി. ആ ഘട്ടത്തിലാണ് ബോംബെയിൽ എഞ്ചിനീയറായി ജോലി ചെയ്തിരുന്ന ഡേവിഡിനെ അലക്സാണ്ടർ തിരിച്ചു വിളിച്ചത്. സ്വന്തം ആഗ്രഹങ്ങൾ മാറ്റിവെച്ച് ഡേവിഡ് ആ അധികാരം ഏറ്റെടുത്തു. കുറുക്കന്റെ കൗശലവും കുശാഗ്ര ബുദ്ധിയും കൊണ്ട് അയാൾ എല്ലാം തിരിച്ചുപിടിച്ചു. 2 മക്കൾക്കും തുല്യമായി സ്വത്തുക്കൾ വീതിച്ചു കൊടുത്തിരുന്ന അലക്സാണ്ടർ മരിക്കും മുൻപേ മാളിക ഡേവിഡിന്റെ പേരിൽ എഴുതി വെച്ചിരുന്നു. ഇന്ന് ആ കുടുംബത്തിലെ ഓരോ ശ്വാസവും ഡേവിഡിന്റെ നിയന്ത്രണത്തിലാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാവുന്നു മരിയെ. അന്ന പതർച്ചയോടെ പറഞ്ഞു. പേടിക്കണം. പണ്ട് ബോംബെയിലായിരുന്നപ്പോൾ ഡേവിഡ് സാർ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലെന്ന ഔതച്ചേട്ടത്തി പറയുന്നത്. പക്ഷെ ഈ വീടിന്റെ ഭാരം തലയിൽ വന്നതോടെ ആള് ആകെ മാറിപ്പോയത്രേ. വല്യമ്മച്ചിയുടെ വാക്കിന് മറുവാക്കില്ലെങ്കിലും കാര്യങ്ങൾ നടത്തുന്നത് ഡേവിഡ് സാർ തന്നെയാണ്. മരിയ പറഞ്ഞു നിർത്തി. പെട്ടെന്നാണ് പൂമുഖത്തു നിന്നും ഒരു കാറിന്റെ ശബ്ദം കേട്ടത്. അയ്യോ, അത് സാറന്മാർ 2 കൂടെ വന്നതാവും. വേഗം വാ അന്നെ, ഇനി വിളമ്പാനുള്ള തിരക്കാ. മരിയ വേഗം എഴുന്നേറ്റു. അന്നയുടെ ചങ്കിടിപ്പ് കൂടി. താൻ അരിയാൻ തുടങ്ങിയ ഉള്ളിക്കഷ്ണങ്ങളിലേക്ക് നോക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നീറുന്നുണ്ടായിരുന്നു. അത് പക്ഷെ ഉള്ളിയുടെ നീറ്റലായിരുന്നില്ല. പകരം ആ മാളികയിലെ നിയമങ്ങൾക്കും കണിശതയ്ക്കും മുന്നിൽ തനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്ന ഭയമായിരുന്നു. കല്ലൂർക്കാടൻ മാളികയുടെ പ്രൗഢമായ ഊണുമുറി. തേക്കുതടിയിൽ തീർത്ത ഭീമാകാരമായ ഡൈനിങ് ടേബിളിനു ചുറ്റും അധികാരത്തിന്റെ നിശബ്ദത തളം കെട്ടി നിന്നു. ഒരു വശത്ത് ഡേവിഡും മറുവശത്ത് അവന്റെ നിഴലായ ആദവും ഇരിക്കുന്നു. ബിസിനസ്സിലെ ഏതോ ഗൗരവമേറിയ കാര്യത്തെക്കുറിച്ച് അവർ താഴ്ന്ന സ്വരത്തിൽ സംസാരിക്കുകയാണ്. അടുക്കളയിൽ നിന്ന് വിറയ്ക്കുന്ന കൈകളുമായി അന്ന ഊണുമുറിയിലേക്ക് ചുവടുവെച്ചു. കപ്പയും ബീഫും മീൻകറിയുമൊക്കെ അടങ്ങിയ പാത്രങ്ങൾ അവളുടെ കയ്യിലുണ്ട്. അവളുടെ ഹൃദയമിടിപ്പ് പുറത്തു കേൾക്കാവുന്നത്ര വേഗത്തിലായിരുന്നു. വേഗം വിളമ്പിക്കോ കൊച്ചേ, കുഞ്ഞിന് സമയം തെറ്റുന്നത് ഇഷ്ടപ്പെടുകയില്ല. നേരത്തെ നടക്കുന്നതിനിടെ അടുക്കളവാതിൽക്കൽ നിന്ന് ഔതച്ചേടത്തിയുടെ സ്വരം പതിഞ്ഞു കേട്ടിരുന്നവൾ അന്ന മേശയ്ക്കരികിലെത്തി. ആദ്യം ആദത്തിന് വിളമ്പി. അതിനുശേഷം അവൾ ഡേവിഡിന്റെ അടുത്തേക്ക് നീങ്ങി. ആദത്തിനോട് എന്തോ പറയുന്നതിനിടയിൽ അയാൾ തന്റെ പ്ലേറ്റ് അന്നയ്ക്ക് നേരെ നീക്കി. കപ്പ വിളമ്പുന്നതിനിടയിൽ അന്നയുടെ കൈകൾ അറിയാതെ ഒന്ന് വിറച്ചു. മീൻകറിയുടെ മണം ആ മുറിയിൽ പടർന്നു. അവൾ വിളമ്പുന്നത് ശ്രദ്ധിക്കാതെ ആദത്തിനോട് സംസാരിച്ചു കൊണ്ടിരുന്ന ഡേവിഡ് പെട്ടെന്ന് നിശബ്ദനായി. അയാൾ തലയുയർത്തി നോക്കി. നിഷ്കളങ്കമായ എന്നാൽ പേടികൊണ്ട് വിളറിയ മുഖവും താഴേക്ക് താഴ്ത്തിയ നീളമുള്ള കൺപീലികളും. ഡേവിഡിന്റെ തീക്ഷ്ണമായ കണ്ണുകൾ ഒരു നിമിഷം അന്നയുടെ മുഖത്ത് തറച്ചു നിന്നു. ആ വേൽമുനയുടെ മൂർച്ചയുള്ള നോട്ടം തന്റെ ഉള്ളറകളിലേക്ക് തുളച്ചു കയറുന്നത് അന്ന അറിഞ്ഞു.
അവളുടെ ശ്വാസം നിലച്ചുപോയതുപോലെ തോന്നി. അയാൾ തന്നെ നോക്കി നിൽക്കുകയാണെന്ന് തിരിച്ചറിഞ്ഞതോടെ അവളുടെ കയ്യിലിരുന്ന തവി പാത്രത്തിന്റെ വക്കിൽ തട്ടി ഒരു ചെറിയ ശബ്ദമുണ്ടാക്കി. ഇതാരാ ആദമേ? പുതിയ ആളാന്നോ? ഡേവിഡിന്റെ ശബ്ദം ശാന്തമായിരുന്നു, പക്ഷെ അതിൽ ഒരു പ്രത്യേക ഗാംഭീര്യമുണ്ടായിരുന്നു. അന്നയുടെ മുഖത്തു നിന്ന് കണ്ണെടുക്കാതെയാണ് അയാൾ അത് ചോദിച്ചത്. ആ, ഔസേപ്പച്ചൻ പറഞ്ഞു വിട്ടതാ. അന്ന എന്നാണത്രേ പേര്. ആദം മറുപടി നൽകി. രാവിലെ കണ്ടതും പറഞ്ഞതുമെല്ലാം ഡേവിഡ് മറന്നുപോയോ എന്നാണ് അന്ന അപ്പോൾ ഓർത്തത്. ഡേവിഡ് ഒന്നും പറഞ്ഞില്ല. പക്ഷെ അയാളുടെ ആ നോട്ടം കുറച്ചു നിമിഷങ്ങൾ കൂടി അവളിൽ തങ്ങി നിന്നു. അയാൾ വീണ്ടും തന്റെ ഭക്ഷണത്തിലേക്ക് ശ്രദ്ധ തിരിച്ചു. പൊയ്ക്കോ. അയാളുടെ ആ ഒറ്റ വാക്കിലെ കൽപ്പന കേട്ടതും ശ്വാസം തിരിച്ചുകെട്ടിയ ആശ്വാസത്തിൽ അന്ന വേഗത്തിൽ അടുക്കളയിലേക്ക് നടന്നു. പിന്നിൽ ഡേവിഡിന്റെ കണ്ണുകൾ തന്റെ പുറകിൽ തറയ്ക്കുന്നത് അവൾ അറിഞ്ഞിരുന്നു. ജീവിതത്തിൽ ആദ്യമായി ഒരു പുരുഷന്റെ നോട്ടം തന്നെ ഇത്രയേറെ തളർത്തുന്നത് അന്ന തിരിച്ചറിയുകയായിരുന്നു.